നിവിൻ പോളിയുടെ പടം ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യ മനസാക്ഷിയുള്ളവരാരും ആ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ണു നനയാതെ ഇറങ്ങിപ്പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര നല്ല ഗംഭീര പ്രകടനമാണ് ആ സിനിമ നമുക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾ ഒരു മനുഷ്യനാണോ, നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണുന്നവരാണോ, നിങ്ങൾക്ക് കണക്റ്റ് ആവും. പണ്ട് നമ്മളുടെ ഒരു കാലഘട്ടത്തിലേക്ക് ആകാശദൂത് പോലുള്ള സിനിമകൾ, അത്തരം സിനിമകളൊക്കെ ഇനിയും വന്നാൽ ഇവിടെ പ്രേക്ഷകരുണ്ടാവും. സിനിമ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ട് ചെയ്യുന്ന, സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ പറയുന്ന ഒരു കഥ തന്നെയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമ. പിന്നെ എനിക്ക് പറയാനുള്ളത്, യുവത്വങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. കാരണം പ്രസവിച്ച് അതായത് കുറേ കഞ്ചാവും ഒക്കെ അടിച്ച് പറമ്പ് തോറും നടക്കുന്ന, ഒരു പണിക്കും പോകാത്ത കുറേ ചെറുപ്പക്കാർ പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ കൂടെ എന്ത് കണ്ടിട്ടാണ് ഈ പെൺപിള്ളേർ അവരുടെ പുറയിൽ ഇങ്ങനെ പോകുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് പോലും ഇവന്മാർക്ക് അറിയില്ല. ഇവന്മാർക്ക് സത്യം പറഞ്ഞാൽ ഒരു ചായ പോലും ഇട്ട് കുടിക്കാൻ അറിയില്ല. ഗംഭീര പ്രകടനം. നിവിൻ പോളിയുടെ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരം ഒരു വാത്സല്യം ഉണ്ടാവും. പക്ഷേ പുള്ളി കുറേ നാൾ മുമ്പ് തിരഞ്ഞെടുത്ത കഥകൾ വളരെ മോശമായിരുന്നു. അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. കഥകൾക്കാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ പറയുന്നത്. അതായത് ആക്ഷൻ ഹീറോ ബിജു, പിന്നെ പ്രേമം പോലുള്ള സിനിമ, തട്ടത്തി മറയത്ത്, ഈ സിനിമകളൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു നടനാണ്. മനസ്സിലായില്ലേ? ആ നടന് കഥ കിട്ടണം, അഭിനയിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അവർക്ക് പൈസ വേണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവരെന്ത് ചെയ്യും? മറ്റ് പടങ്ങളൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ കമ്മിറ്റ് ചെയ്യുന്ന ചില സിനിമകളായിരിക്കും. അത് ബന്ധങ്ങളുടെ മേളിൽ കിട്ടും. ചിലപ്പോൾ അതൊരു സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേളിലായിരിക്കും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പല സിനിമകളും പൊളിഞ്ഞു പോയി. പക്ഷേ ഇനി നല്ല കഥകളും നല്ല നല്ല തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇനിയുണ്ട് നിവിൻ പോളിക്ക്. തിരഞ്ഞെടുത്താൽ ഞാൻ പറഞ്ഞു സൂപ്പർ സ്റ്റാർ എന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നിവിൻ പോളി തന്നെയാണ്. മമ്മൂക്ക, ലാലാട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത താരം നിവിൻ പോളി തന്നെയാണ്. അതിൻ്റെ കൂടെ നിൽക്കും മറ്റെല്ലാ നടന്മാരും. മനസ്സിലായി? അവരവരുടേതായ വ്യത്യസ്തരായിട്ടുള്ള നടന്മാരാണ്. ആസിഫ് അലി, പൃഥ്വിരാജ്, നിവിൻ പോളി, ഇങ്ങനെ ഒരു അർജുൻ അശോകൻ, ഇങ്ങനെ ടോവിനോ, അവരുടെ ഓരോ ശൈലിയുണ്ട്. അതിലേറ്റവും രസകരമായിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ലാലേട്ടൻ്റെ എത്രയോ നെഗറ്റീവ് നമ്മൾ കണ്ടിട്ടില്ലേ പറയുന്ന ആൾക്കാർ. പക്ഷേ ലാലേട്ടൻ്റെ സിനിമ ഏറ്റവും ഒരു ഹിറ്റായി കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അദ്ദേഹത്തിനോടുള്ള ഒരു വാത്സല്യമില്ലേ, ഒരു ക്യൂട്ട്നെസ് ഇല്ലേ? ഇത് തന്നെയാണ് നിവിൻ പോളിക്ക് സംഭവിക്കുന്നത്. നിവിൻ പോളി നല്ലൊരു നടനാണ്, ഗംഭീര നടനാണ്. മറ്റെല്ലാവരും നല്ല നടന്മാരാണ്. നിങ്ങൾ കഥ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സിനിമയിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റെങ്കിലും പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റിയില്ലെങ്കിൽ ആ സിനിമ പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. വേറെ ഒന്നും ആലോചിക്കാനില്ല. പക്ഷെ അത് നമുക്ക് ഒരു സസ്പെൻസ് ത്രില്ലറായിട്ട്, ഒരു കൊലപാതകമൊന്നുമല്ല. ജിത്തു ജോസഫ് സാറിൻ്റെ പടം പോലെ അല്ല ഇത് ബന്ധങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഈ മക്കളെ ഉപേക്ഷിക്കുന്ന അമ്മമാർ, പിന്നെ മക്കളില്ലാത്ത അമ്മമാർ, അച്ഛന്മാർ ഒക്കെ കാണേണ്ട ഒരു സിനിമയാണ്. ഗംഭീര സിനിമയാണ്. നമുക്കിതിപ്പോൾ ഒരാളോട് ചെന്ന് നേരിട്ട് പറഞ്ഞാൽ അവർക്കത് വിശ്വാസമാവില്ല. അപ്പോൾ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഒരു സിനിമ കാണുമ്പോഴാണ്. ആ 2.5 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ സിനിമയായിട്ട് നമ്മൾ ആടായി കഴിയുമ്പോൾ നമ്മുടെ കഥയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവമാണല്ലോ, നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന അനുഭവമാണെന്ന് നമുക്ക് തോന്നുന്നതാണ് സിനിമ. അതിനുള്ള ഒരു മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് പറയുമ്പോൾ നമുക്ക് അത്രയും നേരം 2.5 മണിക്കൂർ ഒരാൾ പറയുന്ന വർത്താനം പറഞ്ഞ് കേട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ സിനിമയിൽ കണ്ടിരിക്കും. അത് നമ്മുടെ കുടുംബമായിട്ട്, നമ്മുടെ സമൂഹമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളായിട്ട് ഒക്കെ നമ്മളെ കണക്റ്റായിട്ട് വരുന്ന ഒരു സിനിമയാണെങ്കിൽ കണ്ടിരിക്കും. എന്തായാലും ഇത് ഗംഭീര സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കണ്ടോ, അടിപൊളിയായിരിക്കും.